നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ കേക്ക് റസ്ക്. കേക്ക് റസ്ക് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വെച്ചിട്ട് നോർമൽ റസ്ക് കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ കേക്ക് റസ്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ പിന്നെ എന്തിനാ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന്? അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ദുബായിൽ ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്. നല്ല ചൂട് ചായ ഒരു റസ്കും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ കേക്ക് റസ്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കേക്ക് റസ്ക് തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു മിക്സിയിലാണ് എല്ലാം കൂടിയിട്ട് മിക്സി അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ 1/2 കപ്പ് ഓയില് അല്ലെങ്കിൽ 1/2 കപ്പ് ഉരുക്കിയ ബട്ടർ വെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം കേട്ടോ. അതിലോട്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. 1/2 കപ്പ് ഇട്ട് ചെയ്തപ്പോൾ മധുരം ഇച്ചിരി കുറവ് പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ 2 മുട്ട, അതല്ലെങ്കിൽ തൈര്. അപ്പൊ തൈര് ചേർക്കുമ്പോൾ മിക്സിയിലിട്ട് അടിക്കേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിക്വിഡിന്റെ അളവ് കൂടുതലായി പോകും. അപ്പൊ 1/2 കപ്പ് തൈരാണ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും തണുപ്പില്ലാത്ത തൈര് വേണം ചേർക്കാൻ കേട്ടോ. പിന്നെ പുളിയും കുറവുള്ള തൈര് വേണം ചേർക്കാൻ, അത് ശ്രദ്ധിക്കുക. ഞാനിവിടെ 2 മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന 2 മീഡിയം മുട്ട. അതേപോലെ തന്നെ അതിലോട്ട് ഒരു അല്പം മഞ്ഞ കളർ ചേർക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഒരു ആ റസ്കിന്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. യെല്ലോ കളർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. ആ മുട്ടയുടെ ഒരു കുത്തുമണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇത് വീണ്ടും അടിക്കാം. നന്നായിട്ട് ഞാൻ മീഡിയം സ്പീഡിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മൈദ ഇട്ടിട്ട് അടിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഓവറായിട്ട് മൈദ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് മൈദ ഇട്ടിട്ട് അടിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ഇനി മിക്സിയുടെ ആവശ്യമില്ല. നമുക്ക് ഒരു ബൗളിലോട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും ഓയിലും പഞ്ചസാരയും ചേർന്ന് മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരിപ്പ എടുക്കുക. അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ. നിങ്ങൾക്ക് മൈദ താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് 1 കപ്പ് ആട്ട എടുത്താലും മതിയാവും കേട്ടോ. മൈദ നമുക്ക് 1 കപ്പ്, അതായത് 150 ഗ്രാം മൈദ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിപ്പയിലോട്ട്. അതിലോട്ട് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ കേട്ടോ. അളന്ന് വെച്ചിട്ടുള്ളതാണ്. ഒന്നും തണുപ്പുണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നേക്കാൾ മുൻപ് തന്നെ ആദ്യമേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാൻ മറക്കരുത്. 2-3 പ്രാവശ്യം നമുക്കിതങ്ങ് അരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കുറച്ച് അങ്ങ് ഇട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ചെറിയ ചെറിയ പോർഷനായിട്ട് ഇട്ടിട്ട് ഇളക്കാനേ പാടുള്ളൂ. മാത്രമല്ല എപ്പോഴും ഒരേ ഡയറക്ഷനിലോട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാറ്റർ റെഡിയാക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ കടായിലാണ് തയ്യാറാക്കാൻ പോകുന്നുണ്ടെങ്കിൽ കടായി ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ഇടണം. അല്ലെങ്കിൽ അവനാണെങ്കിൽ അവനും 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ ഇടാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഒരു കടായി 10 മിനിറ്റ് മുമ്പേ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കടായിലാണ് ഇപ്പോൾ ഇത് കാണിക്കാൻ പോകുന്നത്. മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ഇട്ടാ ഒരു ഇച്ചിരി തിക്കാണ്, പക്ഷെ എന്നാലും ഇതുപോലെ അങ്ങ് റിബൺ കണക്കിന് വീഴുന്നുണ്ട്. ഇത് നമുക്കൊരു കേക്ക് ടിന്നിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ കേക്ക് ടിന്നല്ല, ഇത് ബ്രെഡിന്റെ ടിന്നാണ്. കേക്കിന്റെ ടിന്ന് ഇതേപോലത്തെ ഷേപ്പിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വട്ടത്തിലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഭംഗി വേണമെങ്കിൽ ഈ ഒരു ഷേപ്പ് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഞാനിതിൽ ഒരു പാർച്ച്മെന്റ് പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പാർച്ച്മെന്റ് പേപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് ആട്ടയോ മൈദയോ തൂക്കി കൊടുത്ത് അത് എക്സസ് ആയിട്ടുള്ള മൈദ അങ്ങ് പൊട്ടിക്കളഞ്ഞാൽ മതി. അപ്പോഴും ഒട്ടിപ്പിടിക്കില്ല. അപ്പം നമുക്കിതിലോട്ട് ഈ മാവങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ലെവൽ ചെയ്യുക. അതിനുശേഷം ഒന്ന് തട്ടിക്കൊടുക്കുക.
എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് തട്ടി കൊടുക്കാൻ പറയുന്നത്. ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ വെക്കാം, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കടായിൽ വെക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയെ. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ കേക്ക് അങ്ങ് താന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് തുറക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടായിലോട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 10 മിനിറ്റ് മുമ്പ് തന്നെ കടായി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീ ഹീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ചൂടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനുള്ള ഹോളിൽ കൂടെ ചൂട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വെക്കാൻ പാടില്ല. ഇതിൽ ചെറിയൊരു പ്ലേറ്റ് താഴെ വെച്ചിട്ടുണ്ട്, ആ പ്ലേറ്റിന്റെ മുകളിലേക്കാണ് വെക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാത്രത്തിൽ ഈ കേക്കിന്റെ മോൾഡ് കൊള്ളാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് ഇതിലൂടെ ഇതേപോലത്തെ ഒരു ഗ്ലാസിന്റെ ലിഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും കേക്ക് പൊന്തുന്നതൊക്കെ. അപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് കുത്തി നോക്കാം. ക്ലിയർ ആയി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് കുക്കായിട്ടുണ്ടെന്നാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരം കുക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ അവനാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ്. അപ്പോൾ അത് ഓരോ അവനനുസരിച്ച് മാറ്റം വരും, അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്, നമുക്കൊന്ന് കുത്തി നോക്കാം. ക്ലിയർ ആയി വന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം കുക്കായിട്ടുണ്ടെന്നാണ് കേട്ടോ. നന്നായി ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്ത് വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ. ചൂടോടുകൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പൊടിഞ്ഞു പോകും നമ്മുടെ കേക്ക് കേട്ടോ. അപ്പോൾ പുറത്തെടുത്ത് വെക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാറിന് ശേഷം ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സൈഡിൽ നിന്ന് ഞാൻ കത്തി വെച്ചിട്ടൊന്ന് വിരിയിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതങ്ങ് പുറത്തേക്ക് അങ്ങ് എടുക്കാം. ഈ പേപ്പർ നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. ഇനി ഈവനായിട്ട് ഈക്വൽ ആയിട്ടുള്ള പീസസ് ആയിട്ട് അങ്ങ് മുറിക്കാം. ഈ ഒരു അളവിൽ നമുക്കിങ്ങനെ ഓരോ പീസ് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതേപോലെ കേക്ക് ആക്കിയതിന് ശേഷം പിറ്റേ ദിവസം മുറിച്ചാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ മുറിക്കുകയാണേ. അപ്പോൾ ഞാൻ മൊത്തം കേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 14 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റെസിപ്പി എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഹിന്ദി ചാനലിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ദോശത്തവ വെച്ചിട്ടുണ്ട്. ആ ദോശത്തവയുടെ മുകളിൽ ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് കമത്തി വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ദോശത്തവ മീഡിയം ഫ്ലെയിമിൽ ഓൺ ചെയ്ത് കൊടുക്കാം ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തവ ചൂടായതിനു ശേഷം ആ ചൂട് പ്ലേറ്റിലോട്ടും വരുമല്ലോ. അങ്ങനെ ആദ്യം തന്നെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഓൺ ചെയ്യാം. ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് പീസസ് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോഴാണ്, അല്ലെങ്കിൽ കരിഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഒരു ദിവസം ചെയ്ത് നോക്കി. ഇതിന്റെ മുകളിൽ നമ്മുടെ സാധാരണ ദോശത്തവയുടെ മാത്രം മുകളിൽ വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ എന്ത് പറ്റും, കരിഞ്ഞു പോയി സൈഡ്. ആ ഒരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ മറക്കരുത്. ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിന്റെ പ്ലേറ്റ് ചൂടായതിനു ശേഷമാണ് ഇതിൽ തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് ശരിക്കും റസ്ക് പോലെ ആക്കി എടുക്കേണ്ടത് കേട്ടോ. അത് ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ ഈ പ്ലേറ്റ് ചൂടായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി തീ കുറയ്ക്കണം. ലോ ഫ്ലെയിമിലോട്ട് ഇട്ടതിന് ശേഷം വേണം. ഞാനൊരു 2-3 എണ്ണം വെച്ച് കാണിച്ചിരുന്നുള്ളേ. പ്ലേറ്റിന്റെ മുകളിലോട്ട് നമുക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം. 3 എണ്ണം വെക്കുന്നുള്ളൂ, സ്ഥലം 3 എണ്ണത്തിനുള്ളൂ. അപ്പോൾ ഇതിൽ ചെറിയ ചൂട് വരുള്ളൂ ലോ ഫ്ലെയിമിലായതുകൊണ്ട്. അതുകൊണ്ട് കരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിടാം കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചിടാമേ. കൈ പൊള്ളണ്ട, സൂക്ഷിച്ചോളൂ. അപ്പോൾ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിച്ചോളൂ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡും റെഡിയാക്കി കഴിഞ്ഞ് നമുക്കങ്ങ് എടുക്കാം. അപ്പോൾ നമ്മുടെ റസ്ക് റെഡി ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പുറത്ത് കുറച്ചേരം ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആ ഒരു കളർ വേണം അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. 15 മിനിറ്റ് ഒരു സൈഡ്, 15 മിനിറ്റ് അപ്പുറത്തെ സൈഡ്, മൊത്തം 30 മിനിറ്റ് കേട്ടോ. ഇങ്ങനെ റസ്ക് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം അവനിൽ വെക്കുന്നതാണ്. അവനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ ഞാൻ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്തോളൂ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ കുട്ടികളെ, നമ്മുടെ റസ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. റസ്ക് 2 തരത്തിലുണ്ടാക്കിയ റസ്ക് ആണിത്. 90 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് അവൻ പ്രീ ഹീറ്റ് ചെയ്യാം. അതിനുശേഷം 170 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ഒരു സൈഡും, വീണ്ടും 170 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് മറ്റേ സൈഡും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഇതായിട്ട് വരും, ഹാർഡായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി പീസി ആയിട്ടുള്ള കേക്ക് റസ്ക് എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഇവിടെ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായയുടെ കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേക്ക് റസ്ക് മാറി നിൽക്കും. അത്ര രുചികരമായിട്ടുള്ള റസ്ക്കാണിത് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.